ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നേന്ത്രപ്പഴം പൊരിച്ചതാണ്. പല രുചികളിൽ നമ്മൾ പഴം വറുത്ത് കഴിക്കാറുണ്ട്. ഇതൊരു സ്പെഷ്യൽ ടേസ്റ്റിലാണ് നമുക്കിത് കിട്ടുന്നത്. ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് പഴം വറുത്ത് കഴിച്ചു നോക്കൂ. നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ട് ഉറപ്പായിട്ട് ഇത് മാറും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ്റെ ഓള് മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഈ പഴം പൊരിച്ച് തയ്യാറാക്കി എടുക്കാനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് നേന്ത്രപ്പഴമാണ്. ഞാനിപ്പോൾ നന്നായിട്ട് പഴുത്ത നേന്ത്രപ്പഴത്തിൽ 3 എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചെറിയ ചെറിയ പീസാക്കിയിട്ട് നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം. പഴമെല്ലാം ഞാനിപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ടാണ് കേട്ടോ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഓരോ പഴവും 8 പീസാക്കിയിട്ടാണ് ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് പഴമൊക്കെ നമുക്ക് അരിഞ്ഞെടുക്കാവുന്നതാണ്. ഇനി വേണ്ടത് ചെറിയൊരു ബാറ്റർ ഒന്ന് തയ്യാറാക്കി എടുക്കണം. ഇനി ഒരു ബൗളിലേക്ക് നമുക്ക് 1 കപ്പ് അളവിൽ മൈദ മാവ് ചേർക്കാം. കൂടെ 1 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോറും കൂടി. നമ്മൾ ഈ കോൺഫ്ലോർ ചേർക്കുമ്പോഴത്തേക്ക് ഇതിന് നല്ലൊരു ക്രിസ്പിനെസ് കിട്ടും കേട്ടോ. ഇനി വേണ്ടത് പഞ്ചസാരയാണ്. 1 ടേബിൾ സ്പൂൺ അളവിലാണ് കേട്ടോ പഞ്ചസാര എടുത്തിട്ടുള്ളത്. നല്ല മധുരമുള്ള പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. മധുരം കുറവുള്ള പഴമാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കൂടുതലായിട്ട് പഞ്ചസാരയുടെ അളവ് കൂട്ടാം നമുക്ക്. ഇനി വേണ്ടത് ഒരു പിഞ്ചളവിൽ മാത്രം ഏലക്കാപ്പൊടിയും കൂടി. ഏലക്കാപ്പൊടിച്ചതിൻ്റെ അളവ് ഒരുപാട് കൂടി പോകരുത്, എങ്കിൽ പിന്നെ ആ ഒരു ഫ്ലേവർ ആയിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവുക. ഞാനിപ്പോൾ വളരെ കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി ഇതെല്ലാം കൂടി നല്ല രീതിക്ക് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് നല്ലതുപോലെ സ്മൂത്ത് ആയിട്ടുള്ള ബാറ്റർ തയ്യാറാക്കാവുന്നതാണ്. ഒരു 1/2 കപ്പ് അളവിലാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് വെള്ളം ചേർക്കുന്നത്. ഇനി ഒരു ഹാൻഡ് വിസ്ക് വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടോ കട്ടയില്ലാതെ നന്നായിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ അത്യാവശ്യം നല്ല കട്ടിയായിപ്പോയി, കുറച്ചും കൂടി വെള്ളം ചേർക്കാം. ഒട്ടും തന്നെ കട്ടയില്ലാതെ നമ്മുടെ ബാറ്റർ തയ്യാറാക്കി എടുക്കണം കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മുടെ ബാറ്റർ ഞാനിപ്പോൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ വേണം ബാറ്റർ ഉണ്ടാകാനായിട്ട്. ഒരുപാട് കട്ടിയായി പോകരുത്, അതുപോലെ തന്നെ തീരെ ലൂസായിട്ടിരിക്കേണ്ട ആവശ്യമില്ല. ബാറ്റർ എല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണ്. തേങ്ങ നന്നായിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് ഒന്ന് പൊടിച്ചെടുക്കാവുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് റെഡിമെയ്ഡായിട്ട് ഇത് വാങ്ങാൻ കിട്ടും. നമുക്ക് ഇനിയിപ്പോൾ ഡെസിക്കേറ്റഡ് കോക്കനട്ട് നമ്മുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ പകരം നമുക്ക് ബ്രെഡ് നമുക്ക് എടുക്കാവുന്നതാണ്. ബ്രെഡ് നന്നായിട്ടൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ മതിയാവും. ഇനി നമുക്ക് വേണ്ടത് ഓരോ പീസ് പഴവും എടുത്ത് നേരെ തന്നെ ഒന്ന് ബാറ്ററിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ട് നമ്മുടെ ഈ ഡെസിക്കേറ്റ് കോക്കനട്ടിലിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാവുന്നതാണ്. പകരം ബ്രെഡ് ക്രംസും ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ബ്രെഡ് ക്രംസിൽ കുറച്ചധികം എണ്ണ വലിച്ചെടുക്കും. ഇതിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ എന്നാലും കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നിയിട്ടുള്ളതും ഈ ഡെസിക്കേറ്റ് കോക്കനട്ട് തയ്യാറാക്കുമ്പോഴാണ്. ബ്രെഡ് ക്രംസിലും തയ്യാറാക്കാം, ടേസ്റ്റിനൊന്നും വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇതുപോലെ ഈ രീതിക്ക് ഞാനൊന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും ചെയ്തെടുക്കാം ഇതുപോലെ തന്നെ. ഇതുപോലെ എല്ലാം ഞാനൊന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത്, ഞാനിപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കാനുള്ള എണ്ണ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. എണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഫ്ലെയിം ഒന്ന് മീഡിയത്തിനും ലോക്കും ഇടയിലേക്ക് വെക്കാം. ഇനി നമുക്കിതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. നമ്മുടെ ഈ കോട്ട് ചെയ്ത പഴം എല്ലാം ഇട്ട് കൊടുത്ത ഉടനെ തന്നെ നമ്മൾ ഇളക്കി കൊടുക്കാൻ വേണ്ടി നിൽക്കരുത്, എങ്കിൽ പിന്നെ അതെല്ലാം പിരിഞ്ഞു പോകും. ഒരു 30 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് മാത്രം നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. നമ്മൾ സാധാരണ എപ്പോഴും നേന്ത്രപ്പഴം വെച്ചിട്ട് പഴംപൊരിയാണ് കൂടുതലും തയ്യാറാക്കാറുള്ളത്. പഴംപൊരിക്ക് പകരം വീട്ടിൽ എന്തെങ്കിലും ആരെങ്കിലും ഗസ്റ്റൊക്കെ വരുമ്പോൾ ഈ ഒരു രീതിക്ക് ഒന്ന് തയ്യാറാക്കി നോക്കുക. ഉറപ്പായിട്ടും ഒരു സർപ്രൈസ് ആകും. ഇതെങ്ങനെ തയ്യാറാക്കിയെന്ന് ചോദിക്കും കേട്ടോ. ഇതിപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 5 മിനിറ്റോളം ആയിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ നല്ലൊരു ലൈറ്റ് ബ്രൗൺ കളർ വന്നിട്ടുണ്ട്. ഇത് ഇത്രയും തന്നെ മതിയാവും കേട്ടോ. ഇനി ഒരുപാട് സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിത് എടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ഒന്ന് പൊരിച്ചെടുക്കാം. എല്ലാം തന്നെ ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു ബനാന ഫ്രൈ ആണ് കേട്ടോ ഇത്. പുറം ഭാഗം നല്ല ക്രിഞ്ചി ആയിട്ടാണ് കേട്ടോ നമുക്കിത് കിട്ടുന്നത്. ഉറപ്പായിട്ടും ഒരു തവണയെങ്കിലും നേന്ത്രപ്പഴം വീട്ടിൽ വാങ്ങുമ്പോൾ അടുത്ത് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിക്കുകയും വേണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. എത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാറ് വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.